ഹായ് ഓൾ, ക്യൂബിറ്റ് അക്കാഡമിയുടെ SSC ആൻഡ് RRB യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും അറിഞ്ഞു കാണും, SSC CPOയുടെ നോട്ടിഫിക്കേഷൻ വന്നു. ഓൾറെഡി 4-ാം തീയതി വന്നു കഴിഞ്ഞു. 4-ാം തീയതി മുതൽ 28-ാം തീയതി വരെയാണ് ലാസ്റ്റ് ദിവസം. 28-ാം തീയതി വരെ ആരും കാത്തു നിൽക്കേണ്ട, എല്ലാവരും ഇന്ന് തന്നെ അപ്ലൈ ചെയ്തോളാം. അതേപോലെ തന്നെ നമുക്ക് കറക്ഷൻ വിൻഡോ, അതായത് നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് 30-ാം തീയതി മുതൽ 31-ാം തീയതി വരെയാണ് ലാസ്റ്റ് ദിവസം കറക്ഷൻ വിൻഡോ ഉണ്ട്, അത് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ CBE, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ വരുന്നത് 9, 10, 13 തീയതികളിലാണ്. ശ്രദ്ധിക്കുക, അത് മെയ്യിലാണ് വരുന്നത്. മെയ് 2024 വരുന്നത്. അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ, അതായത് 9, 10, 13 മെയ്. അപ്പം ഏജ് വരുമ്പോൾ നമുക്ക് 30 വയസ്സ് വരെയാണ്. 30 വയസ്സ് വരെ ഉള്ളവർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുക. അതേപോലെ തന്നെ OBC വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർക്ക് 33 OBC വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർക്ക് 33 വയസ്സ് വരെയും, അതേപോലെ തന്നെ SC/ST വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർക്ക് 35 വയസ്സ് വരെയും നമുക്കത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഗ്രൂപ്പ് ബിയിലെ SI GDയും അതേപോലെ തന്നെ ഗ്രൂപ്പ് സിയിലെ SI എക്സിക്യൂട്ടീവ് പോസ്റ്റുമാണ് ഇപ്പം വന്നിട്ടുള്ളത്. അതിൽ നമുക്ക് SI എക്സിക്യൂട്ടീവ് പോസ്റ്റിൽ നമുക്ക് മെയിലിനും ഫീമെയിലിനും ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് SI എക്സിക്യൂട്ടീവ് പോസ്റ്റിലാണ് മെയിലിനും ഫീമെയിലിനും ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ അതിൽ നമ്മൾ ഇനി വേക്കൻസീസിലോട്ട് വരികയാണെങ്കിൽ നമുക്കതിൽ SI എക്സിക്യൂട്ടീവ് ഇൻ ഡൽഹി പോലീസ് മെയിൽ, അതായത് SI എക്സിക്യൂട്ടീവ് മെയിലിന് വരുന്ന വേക്കൻസീസിലാണെങ്കിൽ നമ്മൾ ജനറൽ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർക്ക് 45 വേക്കൻസിയും, അതേപോലെ തന്നെ OBC വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർക്ക് 24 വേക്കൻസിയും, SC/ST EWS വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർക്ക് 13, 7, 12 വേക്കൻസീസാണ് വരുന്നത്. ശ്രദ്ധിക്കുക, അത് മെയിലിനുള്ളതാണ്. SI എക്സിക്യൂട്ടീവ് മെയിലിനുള്ള വേക്കൻസിയാണ് ഞാൻ പറഞ്ഞത്. അതേപോലെ തന്നെ നമുക്ക് SI എക്സിക്യൂട്ടീവ് ഇൻ ഡൽഹി പോലീസ് ഫീമെയിൽസിന് വരുന്ന വേക്കൻസീസിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ജനറൽ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർക്ക് 28 വേക്കൻസിയും, OBC വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർക്ക് 15 വേക്കൻസിയും, SC/ST EWS വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർക്ക് 8, 4, 6 വേക്കൻസീസാണ് വരുന്നത് ഫീമെയിൽസിന്. ഓക്കെ, ഇനി നമ്മൾ SI GDയിലോട്ട് വരുമ്പം നമുക്ക് നിരവധി പോസ്റ്റുകൾ നമുക്കിവിടെ കാണാം. അതിൽ BSF, CISF, CRPF, ITBP, SSB എന്നീ പോസ്റ്റുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അതിൽ നമ്മൾ വേക്കൻസി പറയുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ മെയിൽ ഫീമെയിലിനും കൂടി, അതായത് മെയിൽസിനും ഫീമെയിലിനും കൂടി വരുന്ന വേക്കൻസീസ് 892 വേക്കൻസിയാണ് ഇപ്പോൾ ഉള്ളത്. അതായത് BSFന് നമുക്ക് മെയിലും ഫീമെയിലും കൂടി വരുന്നത് 892 വേക്കൻസിയും, CISFന് വരുന്നത് 1597 വേക്കൻസിയും, അതേപോലെ തന്നെ CRPFന് വരുന്നത് 1172 വേക്കൻസിയും, ITBP 272 വേക്കൻസിയും, അതേപോലെ SSBക്ക് വരുന്നത് 62 വേക്കൻസിയാണ്. ഇത് ശ്രദ്ധിക്കുക, ഫീമെയിലും മെയിലിനും കൂടി വരുന്ന വേക്കൻസീസാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെ ടോട്ടൽ നമുക്ക് SI GDയിൽ നമുക്ക് 4001 വേക്കൻസീസ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഏജ് റിലാക്സേഷനെ പറ്റി പറയാം. ഏജ് റിലാക്സേഷൻ വരുമ്പം SC/ST വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർക്ക് 5 വർഷവും, അതേപോലെ തന്നെ OBC വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർക്ക് 3 വർഷമാണ് നമുക്ക് ഏജ് റിലാക്സേഷൻ ഉള്ളത്. നെക്സ്റ്റ്, ഓക്കെ, അപ്പോൾ നമുക്കിനി സിലബസിലോട്ട് വരാം. സിലബസിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് പേപ്പർ 1 നമുക്ക് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ നോളജ് ആൻഡ് ജനറൽ അവയർനെസ്, GK ആൻഡ് ജനറൽ അവയർനെസ്, QA ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ, ഇത്രയും സബ്ജക്റ്റാണ് പേപ്പർ 1 വരുന്നത്. അതിലെല്ലാത്തിനും 50 മാർക്ക് വീതമാണ് വരുന്നത്. ഓക്കെ, അതിൽ ടോട്ടൽ 2 hours ആണ് ഡ്യൂറേഷൻ ഉള്ളത്. പേപ്പർ 2ലോട്ട് വരുമ്പം ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ, ഇതിൽ നമുക്ക് മാക്സിമം 200 മാർക്കാണ് നമുക്കുള്ളത്. അതേപോലെ തന്നെ 2 hours, ഇതിലുള്ള പോലെ തന്നെ 2 hours തന്നെയാണ് നമുക്ക് ഡ്യൂറേഷൻ വരുന്നത്. ഓക്കെ, പിന്നെ സിലബസ് വഴി ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കത് ഡീറ്റെയിൽ ആയിട്ട് വായിക്കണമെങ്കിൽ ssc.government.in എന്നുള്ള സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഈ PDF ഡൗൺലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്കിനി ഫിസിക്കൽ ടെസ്റ്റിലോട്ട് പറയാം. അതിൽ ഇനി ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റിനെ പറ്റി പറയാം. അപ്പം അതിൽ നമുക്ക് മെയിൽസിന് വരുന്നത്, അതായത് PST, അതായത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതിൽ നമുക്ക് മെയിലിന് വരുന്നത്, അതായത് ഹൈറ്റ് 170 സെൻറ്റിമീറ്റർ വേണം. പിന്നെ അതുപോലെ തന്നെ ചെസ്റ്റ് പറയുന്നുണ്ട്, അത് 80 അൺഎക്സ്പാൻഡഡ്, 85 എക്സ്പാൻഡഡ് ഒക്കെ പറയുന്നുണ്ട്. അപ്പം അതേപോലെ തന്നെ ഹൈറ്റ് നമ്മൾ പറഞ്ഞു 170 സെൻറ്റിമീറ്റർ. പിന്നെ അതേപോലെ തന്നെ ഷെഡ്യൂൾ ട്രൈബ്സിൽ പെടുന്ന ആൾക്കാരാണെങ്കിൽ മെയിൽസ് 162.5 സെൻറ്റിമീറ്റർ ഹൈറ്റാണ് വേണ്ടത്.
ഇത് മെയിലിനെ പറ്റിയിട്ടാണ് പറയുന്നത്. നമ്മൾ ഫീമെയിലോട്ട് വരുന്ന സമയത്ത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിൽ 157 സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് വേണ്ടത്. അതേപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഷെഡ്യൂൾ ട്രൈബ്സിൽപ്പെട്ട ആൾക്കാരാണെങ്കിൽ 154 സെൻറ്റിമീറ്റർ ഹൈറ്റാണ് അവർക്ക് വേണ്ടത്. ഓക്കെ, പിന്നെ അതിൽ നമ്മൾ വെയിറ്റ് പറഞ്ഞിട്ടുണ്ട്. വെയിറ്റ് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ കറസ്പോണ്ടിങ് ടു ഹൈറ്റ്, അതായത് ഹൈറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെയിറ്റ് തന്നെ വേണമെന്നാണ് പറയണത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിനെ പറ്റി പറഞ്ഞു. ഇനി നമുക്ക് ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റിലോട്ട് വരാം. അതിൽ മെയിൽസിനുള്ളതാണ്. മെയിൽസിന് 100 മീറ്റർ റേസ് 16 സെക്കൻഡ് കൊണ്ട് കവർ ചെയ്യണം എന്നാണ്. അതേപോലെ തന്നെ 1.6 കിലോമീറ്റർ റേസ്, അതായത് 1.6 കിലോമീറ്റർ റേസ് 6.5 മിനിറ്റും. അതേപോലെ ലോങ് ജമ്പ് ആണെങ്കിൽ 3.65 മീറ്റർ, അതായത് 3.65 മീറ്റർ ലോങ് ജമ്പ് 3 ചാൻസിലും. അതേപോലെ തന്നെ ഹൈ ജമ്പ് 1.2 മീറ്റർ ഹൈ ജമ്പ് അതും 3 ചാൻസിലുമാണ് മെയിൽസ് കവർ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഷോർട്ട് പുട്ട് വരുന്നുണ്ട്. ഷോർട്ട് പുട്ടിലേക്ക് വരുന്ന സമയത്ത് 16 LBS, അതായത് അറൗണ്ട് ഒരു 7 സംതിങ് കിലോഗ്രാം വരും. അത് നമുക്കൊരു 4.5 മീറ്റർ, അതും 3 ചാൻസിലാണ് മെയിൽസ് കവർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ മെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റ് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ 100 മീറ്റർ റേസ് 18 സെക്കൻഡ് കൊണ്ടും 800 മീറ്റർ റേസ് 4 മിനിറ്റ് കൊണ്ടും, ലോങ് ജമ്പ് 2.7 മീറ്റർ ലോങ് ജമ്പ് 3 ചാൻസിലും, അതേപോലെ തന്നെ ഹൈ ജമ്പ് 0.9 മീറ്റർ ഹൈ ജമ്പും അതും 3 ചാൻസിലാണ് ഫീമെയിൽസ് കവർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ നോട്ടിഫിക്കേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ PDF ssc.gov.in സൈറ്റിൽ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് നിങ്ങൾ അതിന് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ സൈറ്റിൽ നിന്ന് PDF ഡൗൺലോഡ് ചെയ്യുക. അതിൽ കറക്റ്റായിട്ട് എല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മളിത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയതാണ്. ഓക്കെ, അപ്പം ഇത്രയാണ് പറയാനുള്ളത്. അപ്പം എല്ലാവരും എക്സാമിന് വേണ്ടി നല്ലോണം പ്രിപ്പയർ ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് മറന്നുകൊണ്ട 28th ആണ് ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു. 28th ലാസ്റ്റ് ഡേ ഓഫ് സബ്മിഷൻ വരുന്നത്. അപ്പോൾ അതിന് മുന്നേ എല്ലാവരും ഇന്ന് തന്നെ അപ്ലൈ ചെയ്ത് തുടങ്ങുക. താങ്ക്